ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിയിൽ ജീവനക്കാർക്കുള്ള നിബന്ധനകളിൽ ഭാഗിക ഇളവ് നൽകി DGCA. പ്രതിവാര വിശ്രമത്തെ അവധിയായി പരിഗണിക്കണമെന്ന നിർദ്ദേശം പിൻവലിച്ചു. ക്യാൻസൽ ചെയ്യപ്പെട്ട ടിക്കറ്റിന്റെ പണം തിരികെ നൽകുമെന്നും യാത്രക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുമെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, ഇപ്പോൾ എന്താ ഇൻഡിഗോയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോ? DGCA എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയതിപ്പോൾ? നിലവിൽ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തെ വിവിധ വിമാന സർവീസുകളൊക്കെ തന്നെയും ഇപ്പോഴും പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. അർദ്ധരാത്രി വരെ വിവിധ വിമാനത്താവളങ്ങളിലെ സർവീസുകൾ റദ്ദാക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ വിമാന കമ്പനി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില DGCA ചില ഇളവുകൾ കൂടി പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ ഇൻഡിഗോ വിമാന കമ്പനിയും ഈ പ്രസ്താവനയിലൊക്കെ തന്നെയും വ്യക്തമാക്കിയിരുന്നത് പൈലറ്റുമാരുടെ വിശ്രമ സമയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ ചട്ടങ്ങളാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. ഇതിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇൻഡിഗോ DGCAക്ക് കത്ത് നൽകുകയും പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ DGCA പ്രധാനപ്പെട്ട ഒരു നീക്കം അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. 36 മണിക്കൂർ വിശ്രമ സമയം എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് 48 മണിക്കൂറാക്കിയും ഉയർത്തുന്ന പുതിയ ചട്ടമാണ് കൊണ്ടുവന്നിരുന്നത്. ഈ ഒരു ചട്ടമാണ് ഇപ്പോൾ പിൻവലിക്കുന്നു എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ DGCAയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതേസമയം രാത്രി സമയങ്ങളിലെ പൈലറ്റുമാരുടെ ലാൻഡിംഗ് സമയം, അത് ലാൻഡിംഗ് സമയത്തിന് ശേഷമുള്ള വിശ്രമം എന്ന് പറയുന്നത് 6 മണിക്കൂറായിരുന്നു. അത് വെട്ടിച്ചുരുക്കി 2 മണിക്കൂറാക്കുന്ന പുതിയ ചട്ടം കൂടി ഇപ്പോൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വിശ്രമ സമയത്തിലുള്ള ഒരു ഇളവാണ് നിലവിൽ ഇപ്പോൾ DGCA പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് പൈലറ്റുമാരുടെയും അതോടൊപ്പം തന്നെ വിമാന സർവീസുകളെയും സഹായകമാകും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഇൻഡിഗോ ഉള്ളത്. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇതിനോടകം ഇൻഡിഗോയുടെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി തന്നെ നിലനിൽക്കുകയാണ്. 100-ലധികം വിമാന സർവീസുകൾ വൈകി ഓടുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം മുന്നറിയിപ്പായിക്കൊണ്ട് ഇൻഡിഗോ വിമാനവും അതോടൊപ്പം തന്നെ അതാത് വിമാനത്താവള അധികൃതരും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 10,000-കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി വിവിധ മേഖലകളിൽ നേരിടുകയും ചെയ്യുന്നത്. ഭക്ഷണത്തിനും താമസ സൗകര്യത്തിനൊക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന. ശരി, റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധിയിൽ ജീവനക്കാർക്കുള്ള നിബന്ധനകളിൽ ഭാഗിക ഇളവ് നൽകി DGCA.